ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്നും ഒരേ രീതിയിൽ ചിക്കൻ കറി തയ്യാറാക്കി മടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. പൊറോട്ട, ചപ്പാത്തി, അപ്പം, ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ചിക്കൻ കറി തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കി വന്നാലോ. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറി പാന് ഒരു അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ആക്കുന്നതിന് മുന്നായിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാനിതുവരെയായിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്യുമ്പോൾ കുറച്ച് സിമ്മിലായിട്ട് വെക്കാം, നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോവാതെ എടുക്കാം. ഇപ്പം നമ്മുടെ പൊടികൾ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സ്റ്റൗ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം നമുക്ക്. ഇതിലേക്ക് ഞാൻ പട്ട, ഗ്രാമ്പ്, ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തുണ്ട് പട്ട, 2 തുണ്ട് ഗ്രാമ്പ്, 2 ഏലക്കയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഇതൊന്ന് ആവി വരുന്നവരേക്കും നമുക്ക് സ്റ്റൗ സിമ്മിലേ വെച്ചിട്ട് മസാല ഒക്കെ ഒന്ന് പിടിക്കുന്നവരേക്കും നമുക്കൊന്ന് ഇതാക്കി വെക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാല ഒക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ് കട്ട് ചെയ്തെടുത്തത്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. സവാള ഇട്ടിട്ട് രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളിയാണ് ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കണം. അതിന് മുന്നായിട്ട് നമുക്കിതിലേക്ക് പച്ചമുളക് 2 കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ തക്കാളി, പച്ചമുളക്, സവാള ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ ചിക്കൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് നമുക്ക് ഹൈയിലാക്കി വെക്കാം. നമ്മുടെ സവാളയും ഇതൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ചിക്കൻ കറിയിലേക്ക് വെള്ളം, നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെക്കാം. ചിക്കൻ വേവുന്നവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ചിക്കന് ഒന്നുകൂടി റെഡി ആവാനുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ച് ഇതായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഒന്നുകൂടി മൂടി വെച്ചിട്ട് നമുക്ക് കറി ഒന്ന് വെറ്റി വരുന്നവരേക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എരിവ് കുറച്ച് കുറവുള്ള പോലെ തോന്നി, അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് കുറുകിയ ചാറാണെങ്കിൽ ഒന്നും കൂടി വെള്ളമൊക്കെ ഒന്ന് വെയിറ്റ് വരാൻ വേണ്ടിയിട്ട് കറിയൊക്കെ ഒന്ന് തിക്കാവുന്നവരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ലൊരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നും നമ്മൾ തയ്യാറാക്കുന്ന രീതിയിലല്ലാതെ കുറച്ച് വ്യത്യാസത്തിൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറി. ഒരു വട്ടയിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി വെക്കണേ. പൊറോട്ട, ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അതേപോലെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.